ഈ ഒരു ഓണ സമയത്ത് മാത്രമല്ല നമുക്ക് എപ്പോഴും കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ് നമ്മുടെ ബനാന ചിപ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കായ വറുത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ ഇഷ്ടമാണ്. ചായയുടെ കൂടെ വൈകുന്നേരം കഴിക്കാം. അതുപോലെ തന്നെ ഓണക്കാലമാകുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ നേന്ത്രക്കായ വറുത്തത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. ഇത് വലിയ പണിയൊന്നുമില്ല. പച്ചക്കായ തോൽ ഇതുപോലെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം ഇതിലാകെ ചെയ്യുന്നൊരു പ്രത്യേക പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കടകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ നേന്ത്രക്കായ വറുത്തത് തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെറുതെ വെക്കും അത്രേ. ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ചെയ്തത്. ഞാൻ പലപ്പോഴും ഇതൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ചീകിയിട്ട് വറുത്തെടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെയുള്ള കറയൊക്കെ പോയി അത് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കറക്റ്റ് പാകത്തിന് ഇതുപോലെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റാണോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു 20 മിനിറ്റ് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചു. അതിനുശേഷം ഇതുപോലെ ചീകിയിട്ടു. കറക്റ്റാണ്, ഒരെണ്ണം പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാം നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെറുതെ വെള്ളം കേട്ടോ. എന്നിട്ട് നമ്മുടെ കായ വറുത്തതില്ല അതൊരു 1/4 ഭാഗം വെന്ത് വരുമ്പോഴേക്കും അതിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കടകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവരിങ്ങനെ ഒരു കയ്യിൽ കോരിയിട്ട് ഇങ്ങനെ തളിക്കുന്ന കാണാം. അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടെ എണ്ണയുടെ ഒരു സൗണ്ടും ചിപ്സ് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നതിൻ്റെ സൗണ്ടും ഒക്കെ കൂടെ ചേർന്ന് നല്ല രസമാണല്ലേ. അപ്പോൾ ആ ഒരു കളർ നമ്മുടെ ഈ എണ്ണയ്ക്കൊരു മഞ്ഞ കളർ ഉണ്ടാവും. പിന്നെ ഈ എണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളർ കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കായ വറുത്തത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കുക. നല്ല സ്ലോ മോഷനിൽ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ കായ വറുത്തത് കറക്റ്റായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ശരിയാണ് പറഞ്ഞത്, ഒരു 20 മിനിറ്റ് അതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് പാകത്തിന് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നല്ല പാകത്തിന് ക്രിസ്പി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടുമ്പോൾ ഉണ്ടല്ലോ നല്ല ചിൽ എന്നുള്ള സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ, ഈ എണ്ണയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വായി കിടക്കാത്ത പാത്രത്തിലോട്ട് ആക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഏത് സമയത്തും കഴിക്കാം. കായ വറുത്തത് കഴിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സമയമൊന്നുമില്ല. ഇത് കണ്ണി കണ്ടാൽ അപ്പം കഴിക്കും, അത്ര തന്നെ. എവിടെ കാണുന്നു ആ നേരം കഴിക്കും. ഇപ്പോൾ രാവിലെ കണ്ടാലും ഉച്ചയ്ക്ക് കണ്ടാലും വൈകിട്ട് കണ്ടാലും ചായ കുടിക്കുമ്പോഴായിരുന്നാലും ഇനി രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് വെറുതെ ഒന്ന് ചിപ്സിൻ്റെ ബോട്ടിൽ നോക്കി എന്നാൽ 2 കഴിച്ചാലോ എന്ന് തോന്നുന്ന ഐറ്റമാണ് നമ്മുടെ ഈ കായ വറുത്തത്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ അങ്ങനത്തെ ഒരു ചിപ്സാണ് നമ്മുടെ ഈ ഒരു ബനാന ചിപ്സ്. പുറത്തുനിന്നുള്ള എന്തൊക്കെ ചിപ്സ് മേടിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഐറ്റം കഴിച്ചു, നമ്മൾ ഏത് നാട്ടിൽ പോയി എന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലുള്ള ഈ ഒരു ചിപ്സിനോടുള്ള സ്നേഹം ഒരു പ്രത്യേക ടേസ്റ്റല്ല. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ വേറെ ഏതൊരു നാട്ടിൽ പോയിട്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെല്ലാവരും പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നാട്ടിൽ നിന്ന് വരുമ്പോൾ ചിപ്സ് മേടിച്ചിട്ട് വരണേ എന്ന് പറയാറുണ്ട്. അതായത് നാട്ടിൽ നിന്നുള്ള ആ ഒരു ചിപ്സിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഈ പുറംനാട്ടുകാർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിപ്സ് നല്ല കിഡിലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ഞാനും ചിപ്സ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഓണസദ്യ കഴിച്ചു കഴിഞ്ഞു. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും നമ്മുടെ ചിപ്സ് എല്ലാ സമയത്തും ഇഷ്ടമാണല്ലോ, അത് കാരണം എപ്പോഴായിരുന്നാലും ഇടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇതാ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മാറി വരുന്ന ഒരു പ്രത്യേകത ഇതായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേകത കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി ഞാനും ട്രൈ ചെയ്ത് നോക്കി. എല്ലാം സെറ്റായിരുന്നു, എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു വായു കിടക്കാത്ത ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. ഇത് എത്ര നേരം ഇരിക്കുമെന്നറിയില്ല, കാര്യം പെട്ടെന്ന് കഴിച്ച് കഴിയും. അത്രയും ടേസ്റ്റിയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുമാത്രമല്ല വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കട്ടെ. ഓണക്കാലം വരണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പിയാണ്.